ഇന്നും കുറച്ച് വീട്ടിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. കണ്ടകശനി സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ചില പൂജകളൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. അതിനെപ്പറ്റിയും പിന്നെ കർക്കിടക മാസത്തിൽ ഞങ്ങൾ ചൂടി പൂജ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സീതാദേവിയെ സങ്കല്പിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ്. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞാൻ ബ്രഹ്മയാമത്തിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സൂര്യ നമസ്കാരവും ചെയ്തു, ചായയും കുടിച്ചു, വെള്ളവും കുടിച്ചു, പിന്നെ തൂത്തും തുടച്ച് എല്ലാം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് കുറച്ച് നേരം ഒരു ദേവിയുടെ ബുക്ക് സഹസ്രനാമം ഒക്കെ നമുക്ക് ചൊല്ലാം. പിന്നെ എനിക്ക് 56 വയസ്സ് വരെ കണ്ടകശനിയാണ്. കണ്ടകശനി മാറി ശനിയാണ്. അപ്പോൾ കുറേ ആപത്തുകളൊക്കെ വരുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ പരിഹാരം നേടാൻ വേണ്ടി ഒരു മന്ത്രം പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. അത് പൂജ ചെയ്ത് ദിവസങ്ങൾ തീരാറായില്ല. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും ഞാൻ ആ പൂജ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഫലം നല്ല കറക്റ്റാണ് കേട്ടോ. എനിക്ക് എല്ലാ ആപത്തിൽ നിന്ന് എന്നെ കാത്തിരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ചൂടി പൂജയ്ക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോയി കേട്ടോ. നമ്മളെ മുക്കുറ്റി, പിന്നെ കറുക, പിന്നെ പൂവാങ്കുറുന്തൽ, പിന്നെ എന്താ വിഷ്ണുക്രാന്തിയോ കൃഷ്ണകിരീടം അങ്ങനെ കുറേ കാട്ടിൽ ഈ സമയത്ത് വളരുന്ന കുറേ പൂക്കളുണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് വന്ന് നമ്മളത് നല്ലതുപോലെ ഒരു നൂലോ അല്ല വള്ളിയോ വെച്ച് കെട്ടിയിട്ട് പിന്നെ എന്നിട്ട് തലയിൽ വെക്കും കേട്ടോ. ഈ കർക്കിടക മാസത്തിലാണ് നമ്മൾ സീതാദേവി കാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ചെയ്തെന്നാണ് സങ്കല്പം. അപ്പോൾ ഇത് മാത്രമല്ല കുറേ പൂജകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഞാൻ വേറെ വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ സമയം ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 വീഡിയോ ഞാൻ ഇടുന്നതാണ്. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. രസകരമായ കഥകളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അപ്പോൾ മണി 8:30 കേട്ടോ. പിന്നെ ദോശയും സാമ്പാറും ആയിരുന്നു. ദോശയൊക്കെ ചെയ്തു. പിന്നെ സാമ്പാറെന്ന് വെച്ചാൽ നമ്മളെ പാലക് ചീരയില്ലേ അതൊക്കെ ഇട്ടുള്ള സാമ്പാറാണ്. അതും ചെറിയ ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ സാമ്പാർ പൊടിയെല്ലാം ചേർത്ത് നല്ല സൂപ്പർ അടിപൊളി സാമ്പാറായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ കടയിൽ നിന്ന് വന്നിട്ട് ഒരു 10 മണിയൊക്കെ ആയി കാണും ഇപ്പം. പിന്നെ മഞ്ഞൾ പറിക്കാൻ പോയി കേട്ടോ. പച്ചമഞ്ഞൾ പറിക്കാൻ പോയി. പച്ചമഞ്ഞൾ ഒരാൾക്ക് കുഞ്ഞിന് തുലാഭാരത്തിന് വേണമെന്ന് പറഞ്ഞ് കുറച്ച് കിലോ വേണം. അങ്ങനെ ആ ചേട്ടന് വേണ്ടി നമ്മൾ പറിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറേയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങാടിക്കടയിലോട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെ ചേട്ടനും അവനും കൂടെ പോയി കുറേ പച്ചമഞ്ഞളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ പറിച്ചെടുത്ത്. അപ്പോൾ ഞാൻ ചേമ്പില എടുക്കുമായിരുന്നു കേട്ടോ. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചേമ്പിലയുടെ എന്ത് ചെയ്താലും ശരി നല്ല ഇതാണ്. ഏറ്റവും നെയ്യ് കൂടുന്ന ഒരു മാസമാണ് കർക്കിടക മാസം ഈ ചേമ്പിലേക്ക് കേട്ടോ. ഞങ്ങൾ ചേമ്പിലയപ്പവും പിന്നെ ചേമ്പിലയുടെ കറി, പിന്നെ ചേമ്പില വറുത്തരച്ച് കറി ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചേമ്പിലൊക്കെ പറിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചുരിദാറെല്ലാം കൂടെ അഴുക്കായി, അതിൻ്റെ കറയൊക്കെ കുറേ വീണ്. ഞാൻ പിന്നെ ഓടിപ്പോയി നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടുവന്നു കേട്ടോ. പിന്നെ എന്നിട്ട് മോനവിടെ മഞ്ഞൾ നല്ലതുപോലെ കഴുകണം. നിറയെ അങ്ങ് ചള്ളമണ്ണാണ് കേട്ടോ. മറ്റേ ചുമന്ന മണ്ണാണ്. സാധാരണ മണ്ണാണെങ്കിൽ കുടഞ്ഞാലങ്ങ് പോവും. ഇത് ചുമന്ന മണ്ണാകുമ്പോൾ ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും. അപ്പോൾ അത് 2-3 വെള്ളത്തിലാണ് അവൻ കഴുകിയത് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ തുലാഭാരത്തിന് കൊടുക്കാനുള്ളതല്ലേ. തേടുന്നതെന്തിനോ, കുളിരിനോ കാറ്റിനോ, എൻ്റെ കരളിലെ കാറ്റിനോ, ഏകാന്ത ചന്ദ്രിക. അങ്ങനെ കഴുകിയ മഞ്ഞളിൻ്റെ ആ വേരെല്ലാം കൂടെ കത്രിക വെച്ച് ഞാനും നവനീതും ചേട്ടനും എല്ലാം കൂടെ ആ വേരൊക്കെ കളഞ്ഞ് പിന്നെ ഒന്ന് നല്ലതുപോലെ വെള്ളം തോരാൻ വേണ്ടി വെയിലത്തോട്ട് ചാക്കിനകത്തോട്ട് നിരത്തിയിട്ട് കേട്ടോ. ഉണക്കത്തില്ല, ആ വെള്ളമയം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത്രയും മഞ്ഞൾ കിട്ടി. ആ ചേട്ടന് 10 കിലോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തൂക്കി മാറ്റി വെച്ചു. ബാക്കിയെല്ലാം വേറൊരു കവറിനകത്താക്കി വെച്ച് കേട്ടോ. പിന്നെ വേരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഒരിടത്ത് കൂട്ടിയിട്ട് അതിൽ നിന്ന് ചിലപ്പം കിളിച്ച് വരുമല്ലോ. പിന്നെ ഞങ്ങൾ ചേനയും പിന്നെ ചേമ്പില്ല, ചേന ഉണ്ടായിരുന്നു, പിന്നെ ചേനയുടെ തണ്ടുണ്ടായിരുന്നു, പിന്നെ വാഴപ്പിണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേട്ടനും അവനും കൂടെ എടുത്ത് പിന്നെ ഞാൻ ഓടിപ്പോയി അവൻ്റെ നിന്ന് കുറച്ച് വാഴപ്പിണ്ടി എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു.
അപ്പോൾ ഇന്നത്തേക്ക് ഇനി കുശാലായി കേട്ടോ. വാഴപ്പിണ്ടി ഇപ്പോൾ അവർ കളിയാക്കും. വാഴപ്പിണ്ടി സലാഡ്, വാഴപ്പിണ്ടി തോരൻ, വാഴപ്പിണ്ടി മെഴുക്കുവരട്ടി, വാഴപ്പിണ്ടി പിന്നെ മുളക് വറുത്ത് ചമ്മന്തി, അല്ലാതെ ചമ്മന്തി, അങ്ങനെയൊക്കെയാണ് ഇനി കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ചേന കേട്ടോ, പെട്ടെന്ന് വേവുന്ന ചേന. പിന്നെ കപ്പ ഒരു മൂട് കിട്ടി. കപ്പ പക്ഷേ വേഗത്തിലെന്ന് തോന്നുന്നു, അത് വെള്ളം കുടിച്ച കപ്പയാണ്. പിന്നെ ഏതായാലും എടുത്തുകൊണ്ടെങ്കിൽ വന്നേ ഉള്ളൂ, കപ്പയുടെ സമയം ആയില്ല. മഞ്ഞൾ വെട്ടാൻ വേണ്ടി അപ്പന വാഴ കൂന്ന് കൊടുത്ത അപ്പയാ. അതിന് വാഴ കൂന്ന് കൊടുത്ത അപ്പയാ. മഞ്ഞളിന്റെ ഇടയ്ക്ക് ഇടയ്ക്കുമായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ മെഷീനകത്ത് തുണി ഇട്ടായിരുന്നു. ചേട്ടൻ അത് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അത് തുണി വിരിക്കാൻ വേണ്ടി പോയി. നല്ല കാറ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴയും ചാറുന്നുണ്ട്, പക്ഷെ നല്ല വെയിലുമാണ് കേട്ടോ. ഇടയ്ക്കേ മഴ പെയ്തുള്ളൂ, ഭയങ്കര കാറ്റാണ്. ഇപ്പം മണി 12:15 കണ്ടായി കേട്ടോ. അടുക്കളയിൽ ഇതുവരെയും കയറിയില്ല, ചോറ് പോലും ഞാൻ ഊറ്റില്ല. ചോറ് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്നേ ഉള്ളൂ. അതിനി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഊറ്റിയെടുക്കണം. പിന്നെ കറികളൊക്കെ ചെയ്യണം. ഇതുവരെ ഒന്നും ആയില്ല. പിന്നെ തുണിയെല്ലാം വിരിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് ഓടി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ബ്രഹ്മയാമത്തിൽ നമ്മൾ കണ്ട ഈ ശനിദശയിൽ പറയുന്ന ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് നല്ല അനുഭവമാണ്. എന്നെ എല്ലാ ആപത്തിൽ നിന്നും, വലിയ വലിയ ആപത്തിൽ നിന്ന് ചെറിയ ആപത്തിലേക്ക് രക്ഷിച്ചെന്നുള്ള ഒരു അനുഭവം കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നതാണ്. അപ്പോഴത്തേക്ക് തേജ് ഓടി വന്നു കേട്ടോ. അവൻ താമരയിലിടാൻ വേണ്ടി ഒരു 4 കുഞ്ഞുങ്ങളെ, അല്ല മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഗപ്പിയോ അങ്ങനെ പറയുന്നത്, ഗപ്പി അല്ലേ ഇത്? ഇത് ഷാർക്കാണ്. പിടിച്ചോണ്ട് വന്ന ഷാർക്കാണ്. ഇത് കാണാനൊന്നുമില്ല. 4 ഗപ്പി കുഞ്ഞുങ്ങളായി. ഗപ്പി കുഞ്ഞുങ്ങൾ എന്തേ? അത് കാണിക്കട്ടെ ആദ്യമേ. അത് കാണിക്കാനാണോ വിളിച്ചമ്മേ? എത്ര നേരം ഇരുന്നിട്ട് ഒരു ഗർഭിണി ഉണ്ടായിരുന്നു, പിടിക്കാൻ പറ്റിയില്ല. ഇത് ജോഡി തന്നെയാണോ? മഴ പെയ്യുന്നു. പോയോ? അതേതാ പോയത് ഒരു പിടിയില്ല. അത് കുഴപ്പമില്ല. അല്ല, ഒരു പെണ്ണും ഒരാണുമായിട്ട് വേണ്ടേ വിടാൻ? മൊത്തം അതിനകത്തിട്ടോ? അതിനകത്ത് വേണ്ടേ? കുഴപ്പമില്ല, നീ ഇതിനകത്ത് മൊത്തം ഇടാം. അടുത്ത വേറെ വാങ്ങിച്ചാൽ മതി. അത് ഏതായാലും താമരയില്ലല്ലോ. ജൂക്ക് നടക്കുന്നു കേട്ടോ. അപ്പൊ പെണ്ണിനെ വിട്ടിട്ടില്ല, അല്ലെ തപ്പു അതിനെ. അപ്പോൾ താമരയുടെ ആ ബേസിനെടുത്ത് വേറൊരു ടയറൊക്കെ വെച്ച് സ്റ്റാൻഡിനകത്ത് വെച്ച് പൊക്കി വെച്ച് കേട്ടോ. അല്ലെങ്കിൽ പട്ടി വന്ന് നമ്മളെ ചെമ്പനും അവൻ്റെ ലൈനില്ലേ കൂടെ വരുക, വെള്ളം വന്ന് കുടിക്കാൻ വരുമായിരുന്നു. അപ്പോൾ മീനെയും കൂടെ കണ്ടിട്ട് അത് എടുത്തെങ്കിലോ, പാവമല്ലേ മീൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ അത് സ്റ്റാൻഡിലൊക്കെ പൊക്കി വെച്ചപ്പോൾ ഇനി കുഴപ്പമില്ല. ഇച്ചിരി ഭയങ്കര പൊക്കത്തിലാണ്. പിന്നെ ഈ കൂത്താടികൾ, ഈ കൊതുകിൻ്റെ കൂത്താടിയുടെ ശല്യം കൂടെ ഉണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.